മൂവിയാണ്. ഫാമിലിക്കൊക്കെ ഇഷ്ടപ്പെടും. നല്ലൊരു കംപ്ലീറ്റ് ഫാമിലി എൻ്റർടൈനറാണ്. സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അത്യാവശ്യം നല്ല മൂവി തന്നെയാണ്. ഉഗ്രൻ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയാൻ വാക്കുകളില്ല. കുറേ നാളായി ഇങ്ങനെയുള്ളൊരു ഫാമിലി, കംപ്ലീറ്റ് ഒരു ഫാമിലി എൻ്റർടൈൻമെൻറ്റ് കണ്ടിട്ട് ദ്വയാർത്ഥ പദപ്രയോഗമില്ലാതെ, ഹിഡൻ മീനിങ് ഇല്ലാത്ത, നമ്മൾ പണ്ടൊക്കെ കണ്ട് ചിരിച്ച സന്ദേശം പോലുള്ള സിനിമകളിലുള്ള അതേപോലുള്ള കോമഡി. നല്ല സിനിമ, വളരെ നല്ലൊരു സിനിമ തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ മലയാള സിനിമയ്ക്ക് ഒരൊറ്റ ജനപ്രിയ നായകനേ ഉള്ളൂ. എൻ്റെയൊക്കെ കൊച്ചുനാളിലെ ദിലീപേട്ടൻ്റെ സിനിമ കണ്ട് വളർന്നവനാണ് ഞാൻ. അദ്ദേഹം ചെയ്തു വെച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾ മലയാള സിനിമയിൽ കഴിഞ്ഞ 20 വർഷക്കാലത്തിലേറെയായി അദ്ദേഹം 2002 മുതൽ തുടങ്ങിയ അതായത് എൻ്റെ ഒരു ടൈമിങ്ങിൽ അദ്ദേഹം ചെയ്തു വെച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾ ഭദ്രമാണ്. അതിനെ വേട്ടയാടാൻ ആരെയും അനുവദിക്കില്ല. ഇന്ന് മലയാള സിനിമയിൽ ജനപ്രിയനായി നിൽക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഉൾപ്പെടെ തിരുവനന്തപുരത്ത് വന്ന് ഇവിടെ ഏരീസിൽ തന്നെ വന്ന് കാണണമെന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. ദിലീപേട്ടൻ്റെ പടം. ദിലീപേട്ടൻ ഒരാളെ ഉള്ളൂ മലയാള സിനിമയ്ക്ക്. ദിലീപേട്ടൻ മുതൽക്കൂട്ടാണ്. ദിലീപേട്ടൻ്റെ മികച്ച പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ളത് ലിറ്റിൽ സ്റ്റീഫൻ പ്രൊഡക്ഷൻസിൻ്റെ ബാനറിലാണ്. ലിറ്റിൽ സ്റ്റീഫനെ പറ്റി പറയുകയാണെങ്കിൽ മലയാള സിനിമയിലെ ഏറ്റവും കൂടുതൽ മുൻപന്തിയിലുള്ള നിർമ്മാതാവാണ്. അദ്ദേഹത്തിൻ്റെ നിർമ്മാണ കമ്പനിയിൽ നിന്നും ഷാരിസ് മുഹമ്മദ് നല്ല ചിത്രങ്ങൾ സംഭാവന ചെയ്ത ഒരു തിരക്കഥാകൃത്താണ് ഷാരിസ് മുഹമ്മദ്. നവാഗതനായ ബിൻഡോ സ്റ്റീഫനാണ് സംവിധാനം ചെയ്യുന്ന. സംവിധാന സഹായിയായിട്ടൊക്കെ നിന്നിട്ടുള്ള ഒരു സംവിധായകനാണ്. നവാഗതനായി ഇപ്പോൾ ദിലീപേട്ടനെ വെച്ച് പടം എടുത്തിരിക്കുകയാണ്. വളരെ മികച്ചൊരു സിനിമ തന്നെയാണ്. ദിലീപേട്ടൻ മലയാള സിനിമയിൽ എങ്ങും പോയിട്ടില്ല. ദിലീപേട്ടൻ ഇവിടെ ഉണ്ട്. ജനപ്രിയ നായകൻ്റെ ആറാട്ടെന്ന് തന്നെ പറയാം.